ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നായ തെലങ്കാന ഇന്ന് ദേശീയ തലത്തിൽ ചർച്ചാവിഷയമാകുന്നത് അവിടുത്തെ വികസന കുതിപ്പ് കൊണ്ടോ രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ടോ മാത്രമല്ല, മറിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന വിസ്മയിപ്പിക്കുന്ന ശമ്പള നിരക്കുകൾ കൊണ്ടുമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിൽ ശമ്പള ഇനത്തിലും പെൻഷൻ ഇനത്തിലും സർക്കാർ ചെലവിടുന്ന തുക കഴിഞ്ഞ 10 വർഷത്തിനിടെ 4 ഇരട്ടിയോളമാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഒരു ചീഫ് എഞ്ചിനീയർക്ക് പ്രതിമാസം 7 ലക്ഷം രൂപയും മുതിർന്ന ശുചീകരണ തൊഴിലാളികൾക്ക് 2 ലക്ഷം രൂപയും ശമ്പളം ലഭിക്കുന്ന അവസ്ഥ നിലവിൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ഒന്നാണ്. തെലങ്കാന ചീഫ് സെക്രട്ടറി കെ രാമകൃഷ്ണ റാവു അടുത്തിടെ പുറത്തുവിട്ട കണക്കുകൾ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനെക്കുറിച്ചും ഭാവിയിലെ സാമ്പത്തിക വെല്ലുവിളികളെക്കുറിച്ചും ഗൗരവകരമായ സംവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ്. തെലങ്കാന രൂപീകൃതമായ 2014 ശമ്പളത്തിനും പെൻഷനുമായി സംസ്ഥാന സർക്കാർ മാസം തോറും ചെലവാക്കിയിരുന്നത് വെറും 1500 കോടി രൂപ മാത്രമായിരുന്നു. എന്നാൽ വെറും ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഈ കണക്ക് 6000 കോടി രൂപയിലേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു. അതായത് 300% വർധനവ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ അനുസരിച്ച് ഹൈദരാബാദിൽ നടന്ന ഒരു കോൺഫറൻസിലാണ് ചീഫ് സെക്രട്ടറി ഈ വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്തിന്റെ ആകെ ചെലവിൽ സിംഹഭാഗവും ഇത്തരം ഫിക്സഡ് ചെലവുകൾക്കായി നീക്കിവെക്കേണ്ടി വരുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും മൂലധന നിക്ഷേപത്തിനും തടസ്സമാകുമോ എന്ന ആശങ്ക സാമ്പത്തിക വിദഗ്ധർക്കിടയിലുണ്ട്. എങ്കിലും ഈ വർധനവ് കേവലം ഒരു ധൂർത്തല്ലെന്നും മറിച്ച് കൃത്യമായ ഇടവേളകളിൽ നടന്ന ശമ്പള പരിഷ്കരണങ്ങളുടെ ഫലമാണെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഈ ശമ്പള വർധനവിന് പിന്നിലെ പ്രധാന കാരണം സംസ്ഥാനത്തെ പവർ യൂട്ടിലിറ്റികളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സവിശേഷമായ വേതന ഘടനയാണ്. സാധാരണ സർക്കാർ വകുപ്പുകളിൽ ശമ്പള പരിഷ്കരണം നടക്കുന്നത് നീണ്ട ഇടവേളകൾക്കിടയിലാണെങ്കിൽ ഊർജ്ജ മേഖലയിലെ കമ്പനികളിൽ ഓരോ 4 വർഷം കൂടുമ്പോഴും ശമ്പളം പുതുക്കി നിശ്ചയിക്കാറുണ്ട്. ഇതിന്റെ ഫലമായി ഇന്ന് തെലങ്കാനയിലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ ശമ്പളം സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരെക്കാളും ഗവർണറുടെ ശമ്പളത്തെക്കാളും മുകളിലെത്തിയിരിക്കുന്നു. ഒരു ക്ലാസ് 4 തസ്തികയിലുള്ള ജീവനക്കാരൻ, ഉദാഹരണത്തിന് ഒരു സ്വീപ്പറോ അല്ലെങ്കിൽ ഡ്രൈവറോ 30 വർഷത്തെ സർവീസ് പൂർത്തിയാക്കുമ്പോൾ പ്രതിമാസം 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്നു എന്നത് അത്ഭുതകരമാണ്. ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ സ്ഥിരപ്പെടുത്തപ്പെട്ട ശുചീകരണ തൊഴിലാളികളുടെ ശരാശരി ശമ്പളം തന്നെ 70,000 രൂപയ്ക്ക് മുകളിലാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ശമ്പള പരിഷ്കരണ സമിതികൾ നിശ്ചയിക്കുന്ന ഫിറ്റ്മെന്റ് ശതമാനമാണ് ഈ വർധനവിന്റെ ആണിക്കല്ല്. അടിസ്ഥാന ശമ്പളവും ക്ഷാമബത്തയും ചേർന്ന തുകയുടെ നിശ്ചിത ശതമാനം എല്ലാ വിഭാഗം ജീവനക്കാർക്കും വർദ്ധിപ്പിച്ചു നൽകുന്ന രീതിയാണ് ഇത്. തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളോട് അനുബന്ധിച്ച് രാഷ്ട്രീയ പ്രേരിതമായി നടപ്പാക്കപ്പെട്ട ഇത്തരം പരിഷ്കാരങ്ങൾ ജീവനക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്ര വലിയ ശമ്പള പാക്കേജുകൾ സർക്കാർ ജോലി എന്ന സ്വപ്നത്തെ യുവാക്കൾക്കിടയിൽ കൂടുതൽ തീവ്രമാക്കിയിരിക്കുകയാണ്. ഈ ആകർഷകമായ ശമ്പളം കാരണം തെലങ്കാനയിലെ തൊഴിൽ വിപണിയിൽ വലിയൊരു മത്സരം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്തിടെ നടന്ന ഗ്രൂപ്പ് 1 തസ്തികയിലേക്കുള്ള പരീക്ഷകളിൽ കേവലം 563 ഒഴിവുകളിലേക്ക് മത്സരിക്കാൻ എത്തിയത് 4.5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളാണ്. അതായത് ഒരു പോസ്റ്റിന് ഏകദേശം 800 പേർ തമ്മിലുള്ള മത്സരം. ഇത് സംസ്ഥാനത്ത് കോച്ചിംഗ് സെന്ററുകളുടെ ഒരു വലിയ വ്യവസായം തന്നെ വളരാൻ കാരണമായിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുമ്പോഴും ചീഫ് സെക്രട്ടറി നൽകുന്ന മറുപടി ആത്മവിശ്വാസം പകരുന്നതാണ്. തെലങ്കാന കൈവരിച്ച 11% വരുന്ന സാമ്പത്തിക വളർച്ചയും നികുതി വരുമാനത്തിലെ സ്ഥിരതയും ഇത്തരം ഭീമമായ ചെലവുകളെ നേരിടാൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ കൃത്യമായി സബ്സിഡികൾ വിതരണം ചെയ്യുന്നതിലൂടെ ചോർച്ച ഒഴിവാക്കാൻ സാധിച്ചതും സർക്കാരിന് ഗുണകരമായി. ഉദാഹരണത്തിന് റൈതു ബന്ധു പദ്ധതിയിലൂടെ 7000 കോടി രൂപ വിതരണം ചെയ്തപ്പോൾ അതിൽ പിഴവുകൾ സംഭവിച്ചത് കേവലം 6% താഴെ മാത്രമാണ്. ഇത് ഭരണപരമായ മികവിനെയും വിഭവ വിനിയോഗത്തിലെ സുതാര്യതയെയും സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ 10 വർഷത്തെ ആകെ ചെലവുകൾ പരിശോധിക്കുമ്പോൾ ചില വസ്തുതകൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. തെലങ്കാന രൂപീകരണത്തിന് ശേഷം ചെലവഴിച്ച 15 ലക്ഷം കോടി രൂപയിൽ 12 ലക്ഷം കോടി രൂപയും ശമ്പളം, പെൻഷൻ, കടം തിരിച്ചടവ് എന്നിവയ്ക്കായിട്ടാണ് മാറ്റിവെച്ചത്. മൂലധന നിക്ഷേപങ്ങൾക്കായി, അതായത് റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനായി ചെലവഴിക്കാൻ സാധിച്ചത് വെറും 3 ലക്ഷം കോടി രൂപ മാത്രമാണ്. ആസ്തികൾ വിൽക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് ലഭിച്ച വരുമാനം തുലോം കുറവുമാണ്. ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം വരുമാനവും നിലവിലുള്ള സംവിധാനങ്ങൾ പരിപാലിക്കാനും കടബാധ്യതകൾ തീർക്കാനും മാത്രമേ ഉപകരിക്കുന്നുള്ളൂ എന്നതാണ്. ഭാവിയിൽ സാമ്പത്തിക വളർച്ചയിൽ ഇടിവുണ്ടായാൽ ഈ ഉയർന്ന ശമ്പള ബില്ലുകൾ സംസ്ഥാന ഖജനാവിന് വലിയ ഭാരമായി മാറിയേക്കാം. ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ തൂപ്പുകാരന് 2 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്നത് അവിശ്വസനീയമായി തോന്നാം. എന്നാൽ നീണ്ടകാലത്തെ സേവനവും ആനുകൂല്യവും കൃത്യമായ ശമ്പള പരിഷ്കരണവും ചേരുമ്പോൾ ഇത് യാഥാർത്ഥ്യമാകുന്നു. ഇത് സർക്കാർ ജീവനക്കാർക്കിടയിൽ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും
സമാനമായ യോഗ്യതയുള്ള സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ശമ്പളവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു അസമത്വം സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ പൊതുസേവനങ്ങളുടെ ഗുണനിലവാരം ഈ വർദ്ധിപ്പിച്ച ശമ്പളത്തിനനുസരിച്ച് ഉയരുന്നുണ്ടോ എന്നതും ചർച്ച ചെയ്യപ്പെടണം. ചുരുക്കി പറഞ്ഞാൽ തെലങ്കാനയുടെ ഈ മാതൃക ഒരു ക്ഷേമ സംസ്ഥാനത്തിന്റെ ലക്ഷണമാണോ അതോ വരാനിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ സൂചനയാണോ എന്നത് വരും വർഷങ്ങളിലെ സാമ്പത്തിക സ്ഥിതിയെ ആശ്രയിച്ചിരിക്കും. മറ്റ് സംസ്ഥാനങ്ങൾ ഇത്തരം ശമ്പള വർധനവുകൾ നടപ്പിലാക്കാൻ മടിക്കുമ്പോൾ തെലങ്കാന സ്വീകരിച്ച ധീരമായ നിലപാട് ജീവനക്കാർക്ക് സന്തോഷകരമാണ്. എങ്കിലും ശമ്പള ബില്ലും വികസന പ്രവർത്തനങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നത് ഏതൊരു സർക്കാരിനും വലിയ വെല്ലുവിളിയാണ്. വരും തലമുറയുടെ അവസരങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ വിഭവങ്ങൾ വിതരണം ചെയ്യുക എന്നതിലാകണം ഇനി സർക്കാരിന്റെ ശ്രദ്ധ. തെലങ്കാനയിലെ ഈ പ്രതിഭാസം ദേശീയ തലത്തിൽ തന്നെ ഭരണ നിർവഹണത്തിലും പൊതുധനകാര്യത്തിലും പുതിയ പാഠങ്ങൾ നൽകുന്ന ഒന്നാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.